ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു തൃശ്ശൂർ സ്റ്റൈലിലുള്ള ബീഫ് കറിയാണ്. ഈ ബീഫ് കറിയുടെ മെയിൻ താരം എന്ന് പറഞ്ഞാൽ നേന്ത്രക്കായയാണ്. അപ്പൊ നമുക്ക് നേന്ത്രക്കായുള്ള ബീഫ് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ഈ ബീഫ് കറിക്ക് വേണ്ടിയിട്ട് 1/2 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി 1/2 കിലോ ബീഫിലോട്ട് നമ്മൾ ഒരു മീഡിയം സൈസ് നേന്ത്രക്കായയാണ് എടുക്കുന്നത്. ഇനി നമ്മൾ അതിലോട്ട് 5 പച്ചമുളകും ഒരു 20 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു സവാളയും ഒരു 20 അല്ലി ചെറിയ ഉള്ളിയും എടുക്കുന്നുണ്ട്. നാളികേരക്കൊത്തില്ലാതെ എന്ത് ബീഫ് കറിയില്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് നാളികേരക്കൊത്തും കൂടെ എടുക്കാം. അത് നമ്മുടെ ഒരു കൈപ്പിടി അളവിന് നാളികേരക്കൊത്ത് എടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട പൊടികൾ നോക്കാം. ഇതിലോട്ടായിട്ട് ഞാൻ 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ മീറ്റ് മസാല ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് 4 ടീസ്പൂൺ ഗരം മസാല ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ താരത്തെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെക്കാം. എന്നാലേ അതിന്റെ കറിയെല്ലാം പോയിട്ട് കിട്ടുകയുള്ളൂ. ബീഫ് കറിയിലോട്ട് നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പൊ നമുക്ക് ഈ 3 സാധനങ്ങളും പെട്ടെന്ന് തന്നെ ചതച്ചിട്ട് വരാം. നമ്മുടെ ബീഫിനെ കുക്കറിലിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. ഈ ബീഫിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെ പകുതിയും ഇഞ്ചിയുടെ പകുതിയും കുറച്ച് സബോള അരിഞ്ഞതും കൂടെ ഇതിനകത്തേക്ക് ചേർക്കാം. അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയിൽ നിന്നും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ആദ്യം തന്നെ ഇതിനെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ബീഫിലോട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർക്കാം. എന്നിട്ട് നമുക്ക് കുക്കറൊക്കെ അടച്ച് ഒരു 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബീഫിലോട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇടാം. ഇനി നമുക്ക് ഇതിനെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കുക്കറിൽ വെച്ച് 4 വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മുടെ കുക്കറിന്റെ എയർ എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. അങ്ങനെ നമ്മുടെ ബീഫെല്ലാം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് നമ്മുടെ സവോളയും ഉള്ളിയും ബാക്കിയുള്ള എല്ലാം കൂടെ നന്നായി വഴറ്റിയെടുക്കാം. നമ്മുടെ ബീഫിലോട്ട് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാളികേരക്കൊത്ത് അതിലോട്ട് ചേർക്കാം. നമ്മുടെ നാളികേരക്കൊത്ത് ഒരു ബ്രൗൺ കളർ ആവട്ടെ. അതിനുശേഷം നമുക്ക് നമ്മുടെ മറ്റുള്ള ചേരുവകളെല്ലാം ഇതിലോട്ട് ചേർക്കാം. നാളികേരക്കൊത്തെല്ലാം റെഡ് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ആദ്യം തന്നെ ചെറിയ ഉള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചത് ഇതിലോട്ട് ചേർക്കാം.
നമുക്കിതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്യാം. നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ആഡ് ചെയ്യാം. ഇനി നന്നായിട്ട് നമുക്കിതിനെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണം എല്ലാം മാറുന്ന വരെ നന്നായിട്ട് ഇതിനെ വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയെല്ലാം ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവോളയെല്ലാം നല്ലപോലെ വഴണ്ടി വന്നിട്ട് പച്ചമുളക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇതിലോട്ട് ചേർക്കാം. അത് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി ഇതിലോട്ട് ചേർക്കാം. ഇനി നമുക്ക് അതുപോലെ 1.5 ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം. നമ്മുടെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ ഒരു ടീസ്പൂണ് ഗരം മസാല ചേർക്കാം. ഇനി നമുക്ക് ഇതിനെല്ലാം നല്ല പച്ചമണം പോകുന്നത് വരെ വഴറ്റാം. ഈ സമയത്ത് എണ്ണ കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ആഡ് ചെയ്യാം. ഞാനിവിടെ കുറച്ചും കൂടെ എണ്ണ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഇതിനെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ പൊടിയുടെ എല്ലാം പച്ചമണം മാറി നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ താരമായ കായയെ ഇതിലോട്ട് ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇതിനോട് കൂടെ യോജിച്ച് ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ബീഫ് ഇതിലോട്ട് ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ കായയെല്ലാം നമ്മുടെ മസാലയിലോട്ട് നല്ലോണം ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഇതിലോട്ട് ആഡ് ചെയ്യാം. ബീഫ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചതാണ്. ഇനി നമ്മൾ നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ ബീഫും കായയും മസാലയും എല്ലാം കൂടെ നല്ലൊരു തിക്ക് പരുവായി വരുന്നവരെ നമുക്ക് ഇതിനെ അടച്ച് വെച്ച് വേവിക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബീഫ് കറി റെഡി ആയോ എന്നുള്ളത് അടപ്പ് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിലുള്ള നമ്മുടെ കായ വെച്ചിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കായയും ബീഫും എല്ലാം നമ്മുടെ മസാലയോട് ചേർന്ന് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നല്ല സ്മെല്ലോട് കൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. പച്ച വെളിച്ചെണ്ണ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതിലോട്ട് അത് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബീഫ് കറി സെർവ് ചെയ്യാം.
ബീഫ് കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മലയാളികൾക്ക് പൊറോട്ട ഇല്ലാണ്ട് എന്തല്ലേ. അതുകൊണ്ട് തന്നെ ഞാനും ഇന്നിവിടെ ബീഫിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പോകുന്നത് പൊറോട്ടയാണ്.